ബിഗ് ബോസ് ലൈവിൽ സിബിൻ പൊട്ടിക്കരയുകയാണ്. മെയിൻ ഡോറിൽ അവിടെ തട്ടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു, എന്നെ പുറത്താക്കൂന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിക്കും ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അത് കഴിഞ്ഞിട്ട് ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചു. സിബിൻ ആകെ പേടിച്ചു പോയി എന്ന് തന്നെ പറയാം. ഭയങ്കര ബുദ്ധിമുട്ടിലാണ് സിബിൻ ഇരിക്കുന്നത്. സിബിൻ പറയുവാണെങ്കിൽ എനിക്ക് ഇവിടെ ഉള്ളവരെ പേടിയാണ്, എനിക്കിനി ഗെയിം കളിക്കാൻ അറിയില്ല, എന്ത് ചെയ്യണം എന്നറിയില്ല, എനിക്ക് എന്തായാലും പുറത്ത് പോകണം എന്നൊക്കെയാണ് സിബിൻ പറയുന്നത്. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട് എന്നൊക്കെയുള്ള രീതിയിൽ ബിഗ് ബോസ് പറയുന്നുണ്ട്. ഇന്നലെ എല്ലാം പറഞ്ഞതല്ലേ, പിന്നെ എന്താണ് ഇന്ന് പറ്റിയത്? ഉറങ്ങി എണീക്കുമ്പോൾ ശരിയാവുമെന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷെ അങ്ങനെയല്ല, എനിക്ക് പേടിച്ചിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. എനിക്ക് ഒരു കൊല്ലം മുമ്പ് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു എന്നും എനിക്ക് അതിനുശേഷം ഡിപ്രഷനിലേക്കൊക്കെ പോയതാണ്, എനിക്ക് ഇനി അങ്ങനെ പറ്റില്ല, എൻ്റെ മെന്റൽ സ്റ്റേറ്റ് എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നൊക്കെയാണ് സിബിൻ പറയുന്നത്. ഞാൻ പേടിക്കുവാണ്, ഇവിടെ ഉള്ളവരെ, ഇവിടെ എല്ലാവരും പേടിയാണ്, എനിക്ക് ലിവിംഗ് റൂമിൽ പോയിരിക്കാൻ പേടിയാണ്. അങ്ങനെ വളരെ ബുദ്ധിമുട്ടിലാണ് സിബിൻ സംസാരിക്കുന്നത്. ആകെ ബുദ്ധിമുട്ടായിരിക്കുകയാണ് സിബിന്. അത് കഴിഞ്ഞിട്ട് ബിഗ് ബോസ് പറയുന്നുണ്ട്, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഓഡിയൻസ് ഉണ്ട്, നന്നായിട്ട് ഗെയിം കളിക്കുന്ന ആളാണെന്നൊക്കെ ബിഗ് ബോസ് പറയുന്നത്. ഈ പറയുന്നത് പോലും ഗെയിമിന്റെ ഭാഗമായിട്ടായിരിക്കാം, ഇവിടെ എന്നെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് കണ്ടന്റിന് വേണ്ടി പറയുന്നതായിരിക്കും എന്നൊക്കെയാണ് സിബിൻ പറയുന്നത്. അങ്ങനെ സിബിൻ ഒട്ടും നിൽക്കണ്ട എന്നുള്ള രീതിയിൽ തന്നെയാണ് സിബിൻ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സൈക്കോളജിസ്റ്റിനെ കാണിക്കാമെന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട്. എനിക്ക് സൈക്കോളജിസ്റ്റിനോടും ആരോടും മിണ്ടണ്ട എന്ന് സിബിൻ പറയുന്നുണ്ട്. ഞാൻ ഓരോ രീതിയിൽ ഇങ്ങനെ ഗെയിം പ്ലാൻ ചെയ്ത് എനിക്ക് പറഞ്ഞു, പിന്നെ അവിടെ അങ്ങനെ ഇട്ടു, അങ്ങനെയൊക്കെ ഓരോ രീതിയിൽ ഗെയിം പ്ലാൻ ചെയ്ത് കളിക്കാൻ എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. ആ ഒരു ആഗ്രഹത്തിലാണ് ഞാൻ വന്നത്, പക്ഷേ ഇനി എനിക്ക് അതൊന്നും പറ്റില്ല എന്നൊക്കെയാണ് സിബിൻ പറയുന്നത്. പുറത്തെ കാര്യമൊക്കെ എനിക്ക് പേടിയാണെന്നും പുറത്ത് നെഗറ്റീവ് ആണോ എന്ന് പേടിയാണെന്നും ഒക്കെ സിബിൻ പറയുന്നുണ്ട്. ലാലേട്ടൻ വന്ന് സിബിന്റെ കാര്യങ്ങളെല്ലാം പറയുകയും വീഡിയോസ് ഒക്കെ ഇതെല്ലാം കാണിച്ചു കൊടുക്കുകയും ചെയ്തപ്പോൾ സിബിന്റെ ഗെയിം അവിടെ മൊത്തത്തിൽ എക്സ്പോസ് ആയി. അത് തന്നെയാണ് സിബിന് പറ്റിയത്. പിന്നെ മറ്റുള്ളവർ ട്രസ്റ്റ് ചെയ്യില്ല എന്നുള്ള പേടിയാണ് സിബിനെന്ന് ശരണ്യൊക്കെ അവിടെ പറയുന്നുണ്ട്. എന്നിട്ട് കൺഫെഷൻ റൂമിൽ നിന്ന് പുറത്ത് വന്ന സിബിനോട് ഋഷിയൊക്കെ ചോദിക്കുന്നുണ്ട് എന്താണ് ഓക്കെ ആയോ എന്നുള്ളത്. അപ്പൊ സിബിൻ പറയുന്നുണ്ട്, എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല, എനിക്ക് എന്തായാലും പുറത്ത് പോകണം, ഇനി ഇവർ പുറത്താക്കിയില്ലെങ്കിൽ ഞാനിവിടെ വെറുതെ ഇങ്ങനെ ഇരിക്കും, അതാണ് ഇനി ഉണ്ടാവാൻ പോണെന്നൊക്കെ സിബിൻ പറയുന്നു. പിന്നെ അപ്പോൾ ഇതുവരെ പുറത്ത് പോയിട്ടില്ല. അപ്പോൾ ലൈവിൽ ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ ബിഗ് ബോസ് വീഡിയോകൾക്കും ബിഗ് ബോസിന്റെ ലേറ്റസ്റ്റ് ലൈവ് അപ്ഡേറ്റ്സിനുമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോയുമായി ഉടനെ കാണാം.